ഇപ്പോ ചെറുങ്ങ സംസാരിച്ച് വരുന്നുണ്ട്. ശരിക്കും ഒരു രോഗിക്ക് വേണ്ടത് സന്തോഷ. ഉമ്മണ്ട് അന്നെ മാത്രം നോക്കി നിൽക്കുന്നേ. ഉമ്മാക്ക് അന്നെ കാണുന്ന ഒരു സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, കുറച്ച് ചെലവുണ്ട്. ഹലോ ഗായ്സ്, പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 2ാമത്തെ ദിവസം. ഉമ്മാക്കിപ്പോ ഓക്കെയാ, എല്ലാം റെഡി ആയിട്ടുള്ളത്. ഇപ്പോ ചെറുങ്ങ സംസാരിച്ച് വരുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ മെല്ലെ മെല്ലെ സംസാരം കൂട്ടിയിട്ട് വരണമെന്നാ പറഞ്ഞത്. പിന്നെ ഇന്ന് ഒന്ന് ട്രിപ്പ് ഇടും ഉമ്മാക്ക്. എന്നിട്ട് ഇന്ന് ഒന്നും പ്രശ്നമില്ലെങ്കിൽ നാളെ നോക്കിയിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന പറഞ്ഞേ. പിന്നെ എന്റെ ചങ്ങായി വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി ഇറങ്ങിപ്പെട്ടതാ. ഒറ്റ മൂടില് കോഴിക്കോടുന്ന് ഉമ്മാനെ കാണാനായിട്ട് വന്ന്. ശരിക്കും കോഴിക്കോട് പട്ടിണിയാണ്, ഇവിടെ പട്ടിണിയില്ല. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാല് എന്റെ ഈ തലയില് റെഡി കുറച്ച് വ്യൂസ് എല്ലാം കിട്ടും, എന്നിട്ട് പറയാം. എന്നാൽ ആൾക്കാർ അറിയുന്ന ഞാനും ഇഞ്ഞും മാത്രമേ കാണൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം എന്നറിയാം ഫ്രണ്ട്സിൽ ചേരാമില്ല. അതേപോലെ തന്നെ ഞാൻ ആദ്യം ഒന്ന് തലയൊന്നും അനക്കാനൊന്നും പറ്റൂല, ഇങ്ങനെ ഒറ്റ നിർത്തേനും. പിന്നെ ഇവനും ഞാനെല്ലാം വന്ന് ഞാൻ അറിഞ്ഞൂടെ നിങ്ങൾക്ക് എന്റെ ഈ വലിയ മുന്നത്തെ വ്ളോഗിലുണ്ടോ ഇനി എന്നിട്ട് ഇവനും ഞാനെല്ലാം കൂടി വന്ന് എന്നിട്ട് എന്താ പറയാ, നമ്മള് ശരിക്കും ഒരു രോഗിക്ക് വേണ്ടത് സന്തോഷ. അത് പറയണ്ട. ഇതിപ്പോ ഒരു രോഗിക്ക് വേണ്ട സന്തോഷാണ്. ബാക്കി പറ. ഞാൻ അധികം അടുത്തും കണ്ടിട്ട് ഇങ്ങനെ രോഗീന്റെ അടുത്ത് നിന്നിട്ട് ഒരു എന്താ പറയാ, ഒന്നും സംസാരിക്കൂല, ഒന്നും ഇതാക്കൂല. ശരിക്കും അങ്ങനെയല്ല ചെയ്യണ്ടേ. എന്ന് വെച്ചാല് ഇവന്മാരെ അന്നെ വേണമെങ്കിൽ കൂട്ടിയിട്ട് മന്തിരെ അടിക്കാൻ പോകും. അങ്ങനത്തെ ഒരു ടൈപ്പാ. സംഭവം ഇവരുടെ രണ്ടാളും വന്ന് ഇവിടെ മാത്രല്ല എന്റെ വീട്ടിൽ എല്ലാവരും വന്നിട്ട് എന്റെ തലയിൽ ഇങ്ങനെ റെഡി ആകാൻ ഫുൾ എക്സസൈസും എല്ലാം ചെയ്യിപ്പിച്ച്, പിന്നെ എന്റെ കുടുംബക്കാരെല്ലാം ഇങ്ങനെ കുറെ സഹായിച്ചിക്ക്. അപ്പൊ നമുക്ക് ഇന്ന് ഉമ്മാന്റെ വിശേഷം ചോദിച്ചു നോക്കാം. ഉമ്മ എങ്ങനെയുണ്ട് ഇന്നത്തെ ഇത്? ഇന്നലത്തെ ഇത് മാറ്റമുണ്ടെന്ന്. ഉമ്മയോട് ചെറുങ്ങനെ സംസാരം തുടങ്ങി വരണമെന്ന് പറഞ്ഞത്. പിന്നേതാ എന്തായാലും അധികപ്പറ്റുണ്ട്. പറ്റുന്നല്ല, ഞാൻ ഇല്ലോണ്ടാണ് ഉമ്മ ഇങ്ങനെ കൂളായിട്ട് ഇരിക്കുന്നത് അല്ലേ? ഉമ്മക്ക് കാണിച്ചു കൊടുക്ക്. അതെ, ഉമ്മ ഉണ്ട് അന്നെ മാത്രം നോക്കി നിൽക്കുന്നേ. ഉമ്മാക്ക് അന്നെ കാണുന്ന ഒരു സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, കുറച്ച് ചെലവുണ്ട്. ഇന്ന് രാവിലെ ആണെങ്കില് സാധാരണ അർജുന് 100 റുപ്യ ബില്ലാല്, ഇന്ന് ഒറ്റ മൈൻഡിൽ 500 റുപ്യ ബില്ല്. ആരാ പോയേ? ഞാന്. പിന്നെന്ന് പറഞ്ഞാല് ഇത്ര തന്നെ. പിന്നെ ഞാന് ഇന്ന് പോകുന്നില്ല അല്ലേ? പോണ്ടാലോ. ഉമ്മാക്ക് ഞാൻ പോയാ സങ്കടാവെന്ന് പറഞ്ഞു അല്ലേ സൈല? ആന്ന് പറ. സൈല വരെ ആന്ന് പറഞ്ഞു. എന്നാ ചെയ്യണ്ടേ? എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലട്ടൺ ഓൺ ആക്കുക, കമന്റ് ചെയ്യുക, വരുന്നുണ്ട് ലൈക്ക് ചെയ്യുക, എന്റെ ഇൻസ്റ്റാ ഐഡി താഴെ കൊടുക്കുന്നത് അത് ഫോളോ ചെയ്യുക. അത്ര തന്നെ. അപ്പൊ ഓക്കെ, ബൈ. ഇവിടെ വന്നിട്ട് നമുക്കുള്ള എല്ലാ പണിയിട്ടിരുന്ന ആള്. നമ്മള് ചുരുക്കി ജീവിക്കുമ്പോ ആണ് വന്ന് തുരപ്പുണ്ടാക്കുക. എന്താ പറയുന്നത്? പഴംപൊരി മൂട്, നല്ല പഴംപൊരി. ചായ ആണ് അതില് മൂട്. മിംസിലെ ചായ എന്ന് പറഞ്ഞാൽ നല്ല ചായയാണ്. അത് സ്ട്രോങ് ആക്കി എടുത്ത കിട്ടില്ല സാധനം. ഒരാൾ കാണുന്നുണ്ട് ഇപ്പുറത്തുനിന്ന് പിട്ടുണ്ട്, ഒരു ചിക്കൻ പയ്യുണ്ട്, 2 ബൂസ്റ്റ് ഉണ്ട്. ഞാനൊരു ചായ ഒരു പഴംപൊരിയാ പറഞ്ഞോളൂ. അപ്പൊ മർജാന്റെ ഉമ്മ പറഞ്ഞോണ്ട് മാത്രം, രാവിലെ പട്ടിണി കിടന്നോണ്ട് മാത്രം അല്ലേ? അങ്ങനെ നമ്മളെ TC പോന്ന. ബൈ ഗൈസ്, എപ്പെങ്കിലും കാണാം, അടുത്ത വ്ളോഗിൽ കാണാം. ബൈ. അങ്ങനെ ഇന്ന് ഉമ്മാക്ക് ഇന്നലത്തേലും അപേക്ഷിച്ചിട്ട് നല്ല വ്യത്യാസമുണ്ട്. ഇന്നലെ തീരെ ബായിയെ അനക്കാൻ പറ്റുന്നില്ലേനു, ചെറുങ്ങനെ സംസാരിക്കാൻ. ഇന്ന് എന്നാലും കുഴപ്പമില്ല. ഇന്ന് എന്നാലും കുറച്ചും കൂടി സംസാരിക്കുന്നുണ്ട്.
പിന്നെ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ ശീലിക്കണമെന്നാ പറഞ്ഞത്. പിന്നെ നാളെ ചിലപ്പോൾ നോക്കിയിട്ട് ഡിസ്ചാർജ് ആക്കുമെന്നാ പറഞ്ഞത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആള് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്കും ചെയ്യുക. അപ്പോൾ ഇനി നാളത്തെ വീഡിയോയിൽ കാണാം.